ബംഗാൾ ഗവർണർ CB ആനന്ദ് ബോസ് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. എനിക്കെതിരെ ഉണ്ടായ ഒരു പരാതിയെക്കുറിച്ച് ഒരു ഗവർണർ എന്ന നിലയിൽ ഞാൻ എന്തെങ്കിലും പ്രതികരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. എങ്കിലും ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന നിലയിൽ മാത്രമാണ്. ബംഗാളിൽ ഞാൻ ചാർജ് എടുത്തപ്പോൾ ഇതൊരു പൂമത്തയല്ല എന്നെനിക്ക് നന്നായി അറിയാമായിരുന്നു. അത് നേരിടാൻ തന്നെ തീരുമാനിച്ചാണ് ഞാനിവിടെ പോയത്. ഇത് ഒരു 100 മീറ്റർ ഓട്ടമല്ല, ഇതൊരു പർവ്വതാരോഹണമാണ്, അപ്ഹിൽ ടാസ്ക്. അത് കയറാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായും നിറവേറ്റാനും ആ ദൗത്യത്തിൻ്റെ കൊടുമുടിയിൽ കയറാനും തീരുമാനിച്ചുറച്ചുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ എത്തിയത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മല കയറുക എന്ന് മാത്രമല്ല, എൻ്റെ കണ്ണ് ഞാൻ തന്നെ കെട്ടി പുറകോട്ട് നടന്ന് മല കയറണം എന്ന് തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എനിക്ക് കേരളം തന്ന നിശ്ചയദാർഢ്യവും ഈശ്വരൻ തന്ന അനുഗ്രഹവും രണ്ടും ചേർത്ത് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള ഒരു നീക്കമാണ്. അവിടെ ഈ അടുത്ത കാലത്ത് ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതിയിരുന്ന ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുന്ന ശൈലി വന്നു. അതിൻ്റെ പിന്നിൽ ഗവർണറാണ് എന്നുള്ള ധാരണയുണ്ട്. തെറ്റിദ്ധാരണയുള്ള ധാരണ തന്നെയാണ്. അഴിമതിക്കെതിരെ 2 മന്ത്രിമാരെ ജയിലിലേക്ക് വെച്ചു. 3-മതൊരു മന്ത്രി ഏതാണ്ട് പരുവത്തിലായി നിൽക്കുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അടിച്ചിരുത്തുക, തളർത്തുക എന്നുള്ള ചില ശൈലി തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ഞാൻ കേരളത്തിലേക്ക് വരുന്ന വഴിക്ക് അവിടുത്തെ ഭരണകക്ഷിയുടെ പ്രമുഖ നേതാവ് എന്നോട് പറഞ്ഞു, അങ്ങക്കെതിരായി ഞങ്ങളുടെ പാർട്ടിയിൽ ആരാണ് നീങ്ങുന്നത്, എന്തിനാണ് നീങ്ങുന്നത്, ഈ ശൈലി ആരിലേക്കാണ് എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം, അത് അങ്ങോട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അത് നിന്നു കൊടുക്കാൻ സമയം കിട്ടിയില്ല. ഏതായാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഒരു രീതിയിലും തലകുനിച്ചു കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. എന്നെ വളർത്തിയത് കേരളമാണ്. കേരളം എനിക്ക് സഹജമായി തന്ന തൻ്റെ ഇടം, സത്യസന്ധത, അതുപയോഗിച്ചുകൊണ്ട് ബംഗാളിൽ അടിച്ച് കളിച്ച് ജയിക്കുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല. ആരെന്ത് പക പോക്കിയാലും ശരി, എന്നെ അത് ബാധിക്കാൻ പോകുന്നില്ല. ഹാർട്ട് വിതിൻ ആൻഡ് ഗോഡ് ഓവർ ഹെഡ്. ഞാൻ എൻ്റെ ജോലി ചെയ്യുക തന്നെ ചെയ്യും. അഴിമതിക്കെതിരെ, അതുപോലെ അക്രമത്തിനെതിരെ ശക്തമായ നിലപാട് എടുക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ കണ്ടതൊന്നുമല്ല, ഇപ്പോൾ വടിവെട്ടാൻ പോയതോട് തല്ലി തുടങ്ങിയിട്ടില്ല. മന്ത്രിമാരെ ഞാൻ പറയുന്നത് ഭരണഘടനാപരമായി ജൂനിയർ അപ്പോയിൻറ്റീസ് എന്നാണ്. ഇതിലൊരു ജൂനിയർ അപ്പോയിൻറ്റിയെ ഇന്നലത്തെ സംഭവ വികാസങ്ങളുടെ പേരിൽ രാജ്ഭവൻ്റെ പടിക്കുള്ളിൽ കടക്കരുത് എന്ന് ഓർഡർ ഇട്ടതിന് ശേഷമാണ് വരുന്നത്. മറ്റു ചില മന്ത്രിമാരെയും ആ ഓർഡർ പ്രതീക്ഷിക്കുന്നു. ഒരു രീതിയിലുള്ള തമാശക്കളിയും അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല. അവിടെ ശക്തമായൊരു ഗവൺമെൻറ് വരണം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായ ഭരണം നടക്കണം. അല്ലാതെ അഴിമതിയിൽ കുളിച്ച, ഭീഷണി കൊണ്ട് മാത്രം കാര്യങ്ങൾ നേടുന്ന ഒരു ഗുണ്ടാരാജ് വേണ്ട. ആ എളിയ ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് പൂർണ്ണമായി നടത്തിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് ജനങ്ങൾ എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം എനിക്കുണ്ട്. തനിക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരിക്കുകയായിരുന്നു കൊച്ചിയിലെത്തിയ പശ്ചിമ ബംഗാൾ ഗവർണർ CB ആനന്ദ് ബോസ്. രാജ്ഭവനിൽ ഇന്നലെ എത്തിയ സ്ത്രീയെ ബംഗാൾ ഗവർണർ CB ആനന്ദ് ബോസ് ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും മോശമായി പെരുമാറിയെന്നുമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. MP സാഗരിക ഘോഷാണ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണത്തിന് പിന്നാലെ രാഷ്ട്രീയ വാക്പോരും ബംഗാളിൽ ഉടലെടുത്തിരുന്നു. ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് എത്തിയതാണ് CB ആനന്ദ് ബോസ്. കൊച്ചിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. താൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, സത്യം തെളിയട്ടെ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അവിടെ നല്ലൊരു മന്ത്രിസഭ അധികാരത്തിൽ വരണം, സർക്കാർ അധികാരത്തിൽ വരണം. അതിനായുള്ള പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് തുടരും. അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന ശരിയല്ലാത്ത കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയതിന് ആണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരുന്നത് എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം.